ഓറഞ്ച് മണക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും കിട്ടുന്നുണ്ട് ഇതിൽ. ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. നമ്മളൊരു സ്പെഷ്യൽ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാണ്. സാധാരണ നമ്മൾ ഓറഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി കളയാറല്ലേ പതിവ്. പക്ഷേ ഓറഞ്ചിനുള്ളതിനെക്കാട്ടും ഒരു 3 ഇരട്ടി വിറ്റമിൻ സി ഓറഞ്ചിൻ്റെ തൊലിയിലുണ്ട്. പക്ഷേ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കറിയാം എന്തായാലും ഫ്രൂട്ട്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് തൊലി എടുക്കാൻ പാടുള്ളൂ. ഞാൻ അങ്ങനെ ഇവിടെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് എന്നൊക്കെ. ഞാൻ ആദ്യം തന്നെ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് കുറച്ച് തമിഴ്നാടൻ സ്റ്റൈൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് അധികമായി പോരുത് കേട്ടോ, കാരണം ഓൾറെഡി നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിക്ക് ചെറിയൊരു കയ്പുണ്ടാവും. അപ്പോൾ കടുക് കൂടുമ്പം കയ്പ് ടേസ്റ്റ് കൂടി വരും. ബാക്കി ആ കയ്പൊക്കെ ബാലൻസ് ചെയ്യാനുള്ള പൊടിക്കൈകളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ കടലപ്പരിപ്പിൻ്റെ ഉഴുന്നിൻ്റെയും കളർ ഇതുപോലൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലൊരു 5-6 വറ്റൽ മുളകും ഒരു 2 കറിവേപ്പിലയും കൂടെ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇതിൽ കിടന്നിട്ട് ആവട്ടെ കുറച്ച്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിനാവശ്യമുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലേ, ഏതാണ്ട് ഇത്രയും പുളി വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട്, ഞാൻ പറയാം. അപ്പം നമ്മുടെ ഓറഞ്ചിൻ്റെ ഈ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്നിക്ക് പെർഫെക്റ്റ് ടേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാരങ്ങയുടെ തൊലിയുടെ കയ്പും ആ പുളിയും ഉപ്പും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര. പിന്നെ ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഫസ്റ്റ് ക്രഷ് ചെയ്തപ്പോൾ കണ്ടോ, ഇതാ ഇങ്ങനെയാണുള്ളത്. കുറച്ച് ആ കടലപ്പരിപ്പൊക്കെ അരയാനുണ്ട്, തേങ്ങയൊക്കെ ഒന്ന് അരയാനുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു അല്പം വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഈ വെള്ളവും കൂടി കൂട്ടി അരച്ചപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ തമിഴ്നാടൻ ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാലും തെലുങ്കാട് ഡിഷ് ട്രൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ട്രൈ ചെയ്യണത് നല്ല പാലക്കാടൻ മട്ടേൻ്റെ കൂടെ തന്നെയാണ്. നമ്മൾ നല്ല മട്ടേരിയുടെ ചോറുണ്ട്. നമ്മുടെ ചമ്മന്തി എടുത്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കട്ടെ. കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ് കേട്ടോ. നല്ല ചമ്മന്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല എരിവുണ്ട്, ഉപ്പ് കുറച്ച് കുറവുണ്ട്. പിന്നെ ആ ഓറഞ്ചിൻ്റെ കയ്പുണ്ടല്ലോ, ആ തൊലിയുടെ കയ്പ് ഫുള്ളായിട്ടൊന്നും പോയിട്ടില്ല, ലൈറ്റായിട്ട് നമുക്ക് അറിയാനുണ്ട്. പക്ഷെ എന്നാലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ആ ശർക്കരയുടെ മധുരവും പുളിയും എരിവും ഓറഞ്ചിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ മണക്കും ഓറഞ്ച് മണക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും കിട്ടുന്നുണ്ട് ഇതിൽ. ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. കൊള്ളാം, ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു സ്പെഷ്യൽ ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് നഷ്ടമൊന്നുമില്ല, നമ്മൾ കളയുന്ന ഒരു സാധനമാണ് നാരങ്ങയുടെ തൊലി. അപ്പോൾ അത് വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytes. Bye bye.